രാധേ രാധേ. ഗുഡ് മോർണിംഗ്. തീരാത്ത നിധിയാണ് നീ നാവേ, തീരാ വ്യാധിയുമാണ് നീ നാവേ. നാവ്, നാക്ക്. പേർഷ്യൻ കവിയും സൂഫി യോഗി വര്യനുമായ ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകളാണിത്. ദൈവം നിങ്ങൾക്ക് തന്ന നിധിയാണ് നാവ്. നമുക്ക് നിധി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കൂ. അത് എല്ലാവരെയും കാണിക്കില്ല. നിധി കിട്ടിയ വിവരം എല്ലാവരോടും പറയില്ല. ഏറ്റവും അടുത്തവരോട് മാത്രമേ പറയൂ. അതുപോലെ തന്നെയാണ് നാവും. നാവ് നമ്മുടെ നിധിയാണ്. അത് ഏറ്റവും അടുത്തവരോട് മാത്രം, അതും വളരെ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. ഓർമ്മിക്കുക, നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും നാവ് നൽകും. നിങ്ങൾക്ക് സർവ്വ ദുഃഖവും ദുരിതവും നൽകുന്നത് നാവാണ്. നാവ് നിങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി ഭക്തിയിലൂടെയും ക്ഷേത്ര സന്ദർശനത്തിലൂടെയും നാമജപത്തിലൂടെയും നിങ്ങൾ സംഭരിക്കുന്ന ഊർജമുണ്ടല്ലോ, അത് മുഴുവനും പാഴായി ഈശ്വരന്റെ അടുക്കൽ എത്താതെ നിങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്നത് ഏതുകൊണ്ടാണ്? അമിതമായ സംസാരം കൊണ്ടാണ്. അമിതമായ സംസാരം നിങ്ങൾക്ക് ശത്രുക്കളെ ജയിപ്പിക്കുമെന്നും നിങ്ങൾ അറിയുക. ഓർമ്മിക്കുക, ലൗകിക അർത്ഥത്തിലും അമിതമായി സംസാരിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. അവരുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കില്ല. നിങ്ങൾ കേൾക്കാതെ അവർ മറ്റുള്ളവരോട് പറയും ബ്ലാബ്ലായാണ്. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ അവർ പറയും വായാടിയാണ്. ചുമ്മാ ഇങ്ങനെ ചെലച്ചുകൊണ്ടേയിരിക്കും. അതേസമയം വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നവന്റെ വാക്കുകൾക്ക് എല്ലാവരും കാതോർക്കും, അവനെ ബഹുമാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യുക, അമിതമായി സംസാരിക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും. അത് ധ്യാനത്തിന് തടസ്സമാകും. അതുകൊണ്ടാണ് തൻ്റെ അടുത്ത് സന്യസിക്കാൻ ആര് വന്നാലും ബുദ്ധൻ പറയും 1 വർഷം മൗനം പാലിക്കാൻ. നമുക്കത് പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഏറ്റവും അടുത്തവരോട് അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കാത്തവര് നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്നത് കാണാം. അവര് നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുന്നത് കാണാം. അതുകൊണ്ട് ഇന്നു മുതൽ പരമാവധി മൗനം, ആവശ്യത്തിനു മാത്രം സംസാരം, അങ്ങനെ ബഹുമാനം നേടിയെടുക്കൂ. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ. ഗുഡ് മോർണിംഗ്.